ഗുഡ് മോർണിംഗ് ബൈ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് തന്നെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാവുന്നതുപോലെ ഇത് ജയ്പൂർ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ ഏകദേശം 5:15 സുമിത്ത് പറഞ്ഞുവിട്ട ഡ്രൈവർ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഹോട്ടലിലേക്ക് എത്തി. സുമിത്ത് ജയ്പൂരത്തെ സഫാരി ഓപ്പറേറ്ററും അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സുഹൃത്തുമാണ് കേട്ടോ. ഇവിടുത്തെ സഫാരി ഏകദേശം 6 മണിയൊക്കെ ആകുമ്പോഴാണ് തുടങ്ങുള്ളൂ എന്നുണ്ടെങ്കിലും ആദ്യത്തെ വണ്ടിയായിട്ട് കാട്ടി കയറാനായിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയേക്കുന്നത്. ഇന്നത്തെ സഫാരിയിൽ നമ്മൾ ആദ്യം തന്നെ കയറുന്നത് ഇടത്തെ സൈഡിലുള്ള കാട്ടിലേക്കാണ്. ഇന്നലെ ഞങ്ങൾക്ക് വലത്തെ സൈഡിലുള്ള സോണിൽ അത്യാവശ്യം സൈറ്റിംഗ് കിട്ടിയ കാരണം ഇങ്ങോട്ട് വരണ്ടിയേ വന്നില്ല. കുറേ ഏരിയ മുഴുവനും ഗ്രാസ് ലാൻഡാണ് നമ്മൾ കയറുമ്പോൾ തന്നെയുള്ള കാഴ്ച. ഈ കാണുന്ന ഈ വാച്ച് ടവറിൻ്റെ മേലിലിടയ്ക്ക് പുലി കയറി കിടക്കാറുണ്ട്. ഈ പരിസരത്ത് പുലിയുടെ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത്. ഇവിടെ കാര്യമായിട്ടുള്ള അനക്കമൊന്നും ഇല്ലാത്തതും കൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാണ്. റാക്കിൻ്റെ സൈഡിൽ നിന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുന്ന ഈ നീൽഗായികളാണ് ഇന്ന് കാട്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കണി. മാൻവർഗത്തിൽപ്പെട്ട് ഇവർ രണ്ടുപേരും ഫീമെയിലുകളാണ്. കുറേയധികം മയിലുകളുള്ളൊരു റിസർവ് ഫോറസ്റ്റാണ് കേട്ടോ ജലാന. പലപ്പോഴും ഇവിടെയുള്ള പുലികൾ ഈ മയിലുകളെ പിടിച്ച് തിന്നാറുണ്ട്. ഈ സോണിൽ ഏകദേശം അരമണിക്കൂറോളം തപ്പിയിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ കാടിൻ്റെ മറ്റേ സൈഡിലേക്ക് നീങ്ങാണ്. എൻട്രി ഗേറ്റിൻ്റെ ലെവലിൽ നിന്ന് ഞങ്ങൾ ഇത്രയും പൊക്കത്തിലേക്ക് കയറിയത് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴാണ്. ഇത്തവണത്തെ ജയ്പൂർ യാത്രയിൽ എൻ്റെ ഒപ്പം ഉള്ളത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരായിട്ടുള്ള സന്ദീപ് ശശിധരനും അനീഷ് ജയനും ആണ് കേട്ടോ. രണ്ടുപേരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. സന്ദീപ് എൻ്റെ ഒപ്പം പണ്ട് തൊട്ട് ജലാന ട്രിപ്പുകൾക്കെല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഇറങ്ങിയാണ്ട് ഞങ്ങൾ മറ്റേ സോണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പച്ചപ്പ് ആസ്വദിക്കാനായിട്ടാണ് ഞങ്ങൾ മഴക്കാലം കഴിഞ്ഞ സമയത്ത് തന്നെ ജലാനയിൽ സഫാരി ബുക്ക് ചെയ്തത്. ഏകദേശം 1 മാസം കൂടി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പച്ചപ്പെല്ലാം കരിഞ്ഞുണങ്ങി തുടങ്ങും. ഈ കാലാവസ്ഥയിൽ മാത്രമല്ല കേട്ടോ, ഇവിടെ നല്ല കൊടും ചൂടും അതുപോലെ തന്നെ നല്ല മഴയുമുള്ള സമയത്ത് ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. കാടിൻ്റെ ഈ ഭാഗത്തേക്ക് കയറി അധികം എത്തണേക്കാലം മുമ്പ് കുരങ്ങുകളുടെ അലാം കോള് ഇട്ട് ഞങ്ങൾ വണ്ടി ഒതുക്കി. പുലികളെയും കടുവകളെയും കാട്ടുനായ്ക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണയായിട്ട് കാടുകളിലുള്ള മൃഗങ്ങളെല്ലാം അലാം കോള് ഉണ്ടാക്കും. ഇതിൽ മെയിനായിട്ട് അലാം കോളുകൾ ഉണ്ടാക്കുന്നത് മാനുകളും കുരങ്ങുകളും മയിലുകളൊക്കെയാണ്. ഞങ്ങളെ കൂടാതെ വേറെ 2 വണ്ടികളും കൂടി അലാം കോള് കേട്ട് ഒതുക്കിയിട്ടുണ്ട്. കുരങ്ങുകളെല്ലാം നല്ല അലർട്ടായിട്ട് ആ മൺതിട്ടയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള മൃഗങ്ങളെ പുലിയുടെ കടുവയുടെ സാന്നിധ്യം അറിയിക്കാനായിട്ടാണ് ഈറ്റങ്ങൾ അലാം കോൾ ഉണ്ടാക്കുന്നത്. കുറച്ചു നേരം ഞങ്ങൾ ഈ പരിസരത്ത് തന്നെ വണ്ടി മുന്നോട്ടും ബാക്കിലേക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പുലി ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. കണ്ടിട്ട് പുലി മൺതിട്ടയുടെ ഓരം ചേർന്ന് കിടക്കാനായിട്ടുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. ഈ കുരങ്ങളുടെ അലാം കോഡ് കേട്ട് ശല്യമായിട്ടാണെന്ന് തോന്നുന്നു. പുലി ഇടയ്ക്ക് തല പൊക്കുകയും വീണ്ടും കിടക്കുകയും വീണ്ടും തല പൊക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുലിനെ കണ്ടിട്ട് മയിലുകളും കുരങ്ങുകളും നിർത്താണ്ട് അലാം കോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൗണ്ടുകളൊക്കെ കേട്ട് ദേഷ്യം കയറിയിട്ടാണെന്ന് തോന്നുന്നു പുലി ഇപ്പോൾ തല പൊക്കിയാണ് കിടക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ സമയം ഞങ്ങൾ പുലി എഴുന്നേറ്റ് നടക്കുന്ന പ്രതീക്ഷ അവിടെ നിന്ന്.
ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങളവിടെ കാത്തു നിന്നിട്ട് പുലി എഴുന്നേക്കാത്ത കാരണം ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാണ്. അധികം പൊക്കമില്ലാത്ത മരങ്ങളാണ് കേട്ടോ ജലാനയിൽ ഒരുവിധപ്പെട്ട എല്ലായിടത്തും ഉള്ളത്. ഈ കാട്ടിൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് കുറേയധികം മയിലുകളെ കാണാൻ പറ്റും. ഈ കാടിൻ്റെ ഈ പച്ചപ്പൊക്കെ ആസ്വദിക്കാനായിട്ടാണ് ഞങ്ങൾ മഴക്കാലം കഴിഞ്ഞ സമയം നോക്കിയിട്ട് ഞങ്ങൾ ജലാനയിലേക്ക് യാത്ര തിരിച്ചത്. കുറച്ചധികം നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ കുറച്ച് കുന്നുകളും കൂടി ചേർന്നതാണ് ജലാനയിലെ ഭൂപ്രകൃതി. ഇതിൽ കുറേ ഭാഗങ്ങൾ മാർബിൾ മലകളും ഉണ്ട് കേട്ടോ. അങ്ങനെ മാർബിളുകളുള്ള ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജയ്പൂർ സിറ്റിനോട് ചേർന്നുള്ള ഈ ജലാന ലെപ്പേർഡ് റിസർവിൽ ഏകദേശം 35ഓളം പുലികളുണ്ട്. ഹണ്ടിങ് ലോഡ്ജിൻ്റെ മേലിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇവിടുത്തെ പല മലകളുടെ മേലിൽ നിന്ന് നമുക്ക് ജയ്പൂർ സിറ്റി കാണാനായിട്ട് പറ്റും. നമ്മുടെ ഡ്രൈവർ വേറെ കുറേ ജിപ്സിക്കാരെയൊക്കെ പിടിച്ചു നോക്കിയിട്ടും കാര്യമായിട്ടുള്ള ലെപ്പേർഡ് സൈറ്റിംഗ് ഒന്നും നടത്തിയില്ല എന്നുള്ള ഉത്തരവാണ് കിട്ടിയത്. ഞങ്ങൾ മലയുടെ താഴത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും സഫാരി ട്രാക്കിൻ്റെ സൈഡിൽ ഒരു മയിലിൻ്റെ ഡാൻസ്. പെൺമയിലുകളെ ആകർഷിക്കാനായിട്ടാണ് ആൺമയിലുകൾ പീലി വിടർത്തി ആടണത്. ആൺമയിൽ ഡാൻസ് കളിക്കുന്നതിനോട് ചേർന്നൊരു പെൺമയിൽ നിൽക്കണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാട്ടിൽ പ്രത്യേകിച്ച് സൈറ്റിങ്ങുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ മയിലുകളുടെ അടുത്ത് തന്നെ നിന്ന് സമയം കളയാമെന്ന് തീരുമാനിച്ചേക്കാണ്. തൊട്ടടുത്ത് തന്നെയുള്ളൊരു മരത്തുമ്പോൾ വേറൊരു മയിലിരുന്ന് പീലിയെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള സമയമായപ്പോഴേക്കും ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ സുമിത്തിൻ്റെ ഒരു ജീപ്പ് ഫുൾ ഡേ സഫാരി ആയിട്ട് കാടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. എന്തെങ്കിലും സ്പെഷ്യൽ സൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയാമെന്ന് ആ ജീപ്പിൻ്റെ ഡ്രൈവറും ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്.
അങ്ങനെ ഇന്ന് വൈകിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും സൈറ്റിംഗ് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോണത്. ഫുൾ ഡേ സഫാരിക്ക് പോയ ഡ്രൈവർ ഞങ്ങളെ പകൽ വിളിച്ച ആവേശത്തിലാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ സഫാരി തുടങ്ങുന്നത്. വൈകുന്നേരത്തെ ഫസ്റ്റ് വണ്ടിയായിട്ട് ഞങ്ങളുടെ വണ്ടിയാണ് പാർക്കിലേക്ക് കയറിയത്. നമ്മൾ മെയിൻ റോഡിൽ കൂടെ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് വന്നെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ ഡ്രൈവറുടെ വിളിയും എത്തിയിരുന്നു. നമ്മുടെ മെയിൻ റോഡിലെ പോലെയുള്ള സ്പീഡിൽ കാട്ടിൽ ഓടിക്കാൻ പറ്റാത്ത കാരണം മിനിമം സ്പീഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ധൃതി പിടിച്ച് പുലിയുടെ ഫോട്ടോ എടുക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതേ ഫ്രണ്ടിൽ തന്നെ ഒരു നീൽക്കൈ. നമുക്ക് നിർത്താനായിട്ട് സമയമില്ലാന്ന് ഡ്രൈവർ പറഞ്ഞെങ്കിലും നീൽഗായുടെ നിപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിർബന്ധിച്ച് നിർത്തിക്കായിരുന്നു. നീൽഗായുടെ 2-3 ഫോട്ടോകൾ എല്ലാവരും എടുത്തപ്പോഴേക്കും ഡ്രൈവർ വീണ്ടും വണ്ടി എടുത്തു. ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് പുലി ഉണ്ടാവുമോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ വൈൽഡ് ലൈഫ് സഫാരികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ കുറേയധികം പ്രതീക്ഷയോടുകൂടിയാണ് ചെല്ലണതെങ്കിലും ഒരു പടം പോലും എടുക്കാൻ പറ്റാണ്ട് തിരിച്ചു പോന്നേക്കണ പല അനുഭവങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ പുലി എങ്ങും പോകാണ്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പുള്ളിക്ക് കൂട്ടിനായിട്ടൊരു നീൽഗായുടെ കില്ലും ഉണ്ട്. ഫുൾ ഡേ സഫാരിയുടെ ജീപ്പും ഞങ്ങളുടെ ജീപ്പും മാത്രമുണ്ട് ഇപ്പോൾ ഈ പരിസരത്തുള്ളൂ. വേറെ ആരുടെയും ശല്യമില്ലാത്തത് കൊണ്ട് കുറേ നല്ല പടങ്ങൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. ഇവിടുത്തുകാരെ റാണാന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ആൺപുലിയാണത്. സഫാരി സമയം തീരുന്ന വരെയുള്ള നേരം ഞങ്ങൾ ആ പരിസരത്ത് തന്നെ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോരാണ്. കുറേ നല്ല ഫോട്ടോസ് തന്ന ഈ ജലാന ലെപ്പേർഡ് റിസർവിലേക്ക് ഇനിയും തിരിച്ചു വരും എന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ മടങ്ങുന്നത്.